നാഥൂറാം വിനായക് ഗോഡ്സെയെ പ്രകീർത്തിച്ച കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ വകുപ്പ് തല നടപടിക്ക് സാധ്യത. കലാപാഹ്വാനത്തിന് കുന്നമംഗലം പോലീസ് ഇന്നലെ അധ്യാപികയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ടെന്നായിരുന്നു ഷൈജ ആണ്ടവന്റെ കമന്റ്. അയോധ്യ വിഷയത്തിലെ സംഘർഷത്തിന് പിന്നാലെ അടച്ച കോളേജ് നാളെ തുറക്കാനിരിക്കെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. അധ്യാപികയുടെ ഫേസ്ബുക്ക് കമന്റ് അപമാനകരമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു പറഞ്ഞു. ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു കമൻ്റ് ഉണ്ടായത് തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ്, അപലപനീയമാണ്. നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ശരിയായ ദേശാഭിമാന ബോധവും ശരിയായ ചരിത്രബോധവും പകർന്നു നൽകേണ്ടവരാണ് അധ്യാപകർ. ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുക എന്നുള്ള പ്രവർത്തനം ഒരിക്കലും ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് തെറ്റായൊരു സന്ദേശമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവതലമുറയ്ക്കുമൊക്കെ നൽകുക. ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഹദ്, ഈ തങ്ങളെ രക്ഷിച്ചതിന് നാഥൂറാം വിനായക് ഗോഡ്സെക്ക് നന്ദി പറയുന്ന അധ്യാപികയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണല്ലോ വിവാദമായതും വിമർശന വിധേയമായതും. ഇതിൽ എന്തൊക്കെ നിയമ നടപടികളാണ് ഇപ്പോൾ ഉള്ളത്? ഈ മന്ത്രി R. ബിന്ദുവിൻ്റെ പ്രതികരണം ഏത് നിലയ്ക്ക് കാണണം? NITയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംഘർഷ സാഹചര്യമായിരുന്നു, അതിനുശേഷം നാളെ തുറക്കാനിരിക്കുകയാണ്. ഈ പുതിയ സംഭവങ്ങൾ അതിനെ ബാധിക്കുമോ? തീർച്ചയായും ബാധിക്കും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ NITയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് 3 ദിവസത്തേക്ക് കോളേജ് അടച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നാളെ തുറക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ആ കോളേജിലെ തന്നെ അധ്യാപികയുടെ ഒരു കമന്റ് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. ഈ നിലപാടിൽ നിന്ന് എന്തായാലും പുറകോട്ടില്ല എന്നുള്ളൊരു സൂചനയാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. കാരണം ആ കമന്റ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അത് ഡിലീറ്റ് ചെയ്യാൻ എന്തായാലും ആ അധ്യാപിക തയ്യാറായിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ KSU അതുപോലെ തന്നെ SFI MSF ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ പരാതി നൽകി. ഇതിൽ കുന്നമംഗലം പോലീസ് ഈ അധ്യാപികക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. 153 വകുപ്പ് പ്രകാരമാണ്, അതായത് കലാപാഹ്വാന അപ്രകാരമാണ് ഈ അധ്യാപികക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നാളെ കോളേജ് തുറക്കുമ്പോൾ എങ്ങനെയായിരിക്കും വിദ്യാർത്ഥി സംഘടനകൾ ഈ ഒരു വിഷയത്തെ നോക്കി കാണുക എന്നുള്ളത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു എസ്കോർട്ട് അല്ലെങ്കിൽ പോലീസിന്റെ ഒരു സുരക്ഷ ഈ കോളേജിൽ അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് ഇന്ന് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു ഈ ഒരു അധ്യാപികക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് നന്ദികേടാണ് ഈ അധ്യാപിക കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ചരിത്രം പറഞ്ഞു നൽകേണ്ട അധ്യാപിക ഇത്തരത്തിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നത് വളരെ മോശം പ്രവണതയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പ്രവണത വെച്ചു പുലർത്താൻ സാധിക്കുന്ന ഒന്നല്ല. പക്ഷേ ഈ NIT സ്ഥാപനമാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ പരിമിതികളുണ്ട് എന്നൊരു കാര്യം ഈ മന്ത്രി R. ബിന്ദു പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നാളെ NIT വീണ്ടും തുറക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഈ വിഷയം കത്തിപ്പടരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വിദ്യാർത്ഥി സംഘടനകളും ഈ പ്രതിഷേധവും ഒപ്പം തന്നെ സമരങ്ങളും ഒക്കെ തന്നെയായി രംഗത്തുണ്ട്. കുന്നമംഗലം പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. നാളെ കോളേജ് തുറക്കുമ്പോൾ ഈ വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും NITയിലെ പുതിയ വിവാദങ്ങൾ കത്തിപ്പടരുകയാണ്. അതിനിടെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഷഹദ് റഹ്മാൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. NIT അടച്ചിട്ട ശേഷം നാളെ കോളേജ് തുറക്കാനിരിക്കുകയാണ് ഈ പുതിയ വിവാദങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. ഷഹദ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.